Stop the music. ജോബി ആ ബൊക്കയും എടുക്ക. വെൽക്കം ടു മിസ്റ്റർ രംഗീല എന്ന് പറഞ്ഞപ്പോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഞാൻ രംഗീല അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മുകളിൽ കഷണ്ടിയും താഴെ കൊടവരും. താൻ രംഗീലയോ? അസിസ്റ്റന്റ് ആയിരിക്കും ഇത്. ഓ, നിങ്ങൾ രംഗീലേക്കാണ് വെയിറ്റ് ചെയ്യണല്ലേ? ദേ മഫ്തിയിൽ വന്ന കാമദേവനെ പോലുണ്ട്. മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഏജ്ഡ് ബാർ എന്നാ കരുതിയത്. ഇതല്ല ചോക്കോ ബാർ പോലെ ഉണ്ടല്ലോ. വെൽക്കം സർ, വെൽക്കം. താങ്ക് യു. എന്റെ പേര് KB. എനിക്ക് ഒരേ ഒരു പെങ്ങൾ. അവളുടെ പേര് പൊന്നിന്ന. പേര് പോലെ തന്നെ അവള് 20 കിലോ സ്വർണ്ണമുണ്ട്. 20 കിലോ. എന്റെ അനിയത്തിയാണ് ഈ അക്കാഡമിയുടെ ഒരേ ഒരു അവകാശി. മാസ്റ്ററിന്റെ വലിയ ഫാനാ. എന്റെ ഫാൻ? നിനക്കെന്ത് ഫാൻ? രംഗി. ഓ, മാസ്റ്ററുടെ ഫാൻ എന്നാ പറഞ്ഞത്. മോളെ പൊന്നി, അമ്മ. ചേട്ടായി, മാസ്റ്റർ ഇത്രയ്ക്ക് സുന്ദരനാണോ? ഇത് കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. എനിക്കിത് ശീലമാ. ദിവസവും 2 ഡസൻ ഷർട്ടെങ്കിലും ഇങ്ങനെ കീറാറുണ്ട്. ജോബി, ചെന്നൊരു ഷർട്ട് കൊണ്ടുപോടാ. ശരി സാർ. മോളെ, ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ? ഇനി അകത്തേക്ക് ചെല്ലാം. ഞാൻ മാസ്റ്ററുടെ കൂടെ ചെയ്യട്ടെ ചേട്ടായി? എന്ത് ഡാൻസ്? വേണ്ട മോളെ, നീ ലേണറല്ലേ. തെറ്റിപ്പോയാ നിന്നോടുള്ള ഇംപ്രഷൻ പോവില്ലേ? വേണമെങ്കിൽ ഇങ്ങേരുമായിട്ട്. ഇയാളോട് തെറ്റിയത് കുഴപ്പമില്ല ചേട്ടായി. ഇയാൾ എനിക്ക് നല്ല വിശ്വാസമാണ്. എങ്കിൽ വാ. ഡാൻസ് പ്രാക്ടീസ് ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് എന്തായാലും മാസ്റ്ററുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞില്ലേ? നാളെ മുതൽ ഹിപ്പ് ഹോപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോ എല്ലാരും പോയിക്കോളൂ. ഹലോ ഡോക്ടർ ബേബി, എന്നെ ഓർമ്മയുണ്ടോ? ഒട്ടും ഓർമ്മിക്കുന്നില്ല. ഇവളാണ് ജാഡയുടെ ബ്രാൻഡ് അംബാസിഡർ. എന്താ കോളേജിൽ സ്റ്റുഡന്റ് ആയി, ഇവിടെ മാസ്റ്റർ ആയി? എന്താ ഉദ്ദേശം? ഇങ്ങനെ ഒന്നും അറിയാത്ത പോലുള്ള ജാഡ വേണ്ട. എന്താ മനസ്സിലായില്ലേ? എക്സ്ട്രാസ് നിർത്ത്. ലൈൻ ഇടാൻ വന്നതാണോ? താനെന്താ അതെല്ലാരോടും പറയാൻ പോവാണോ? അത്ര ചീപ്പ് വിഷയങ്ങൾ ചൈത്ര ഡിസ്കസ് ചെയ്യാറില്ല. നിന്റെ കളികൾ കാണുമ്പോഴേ അവർക്ക് കാര്യം മനസ്സിലാവും. അവര് നിന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളുമ്പോ പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ആളുകളുടെ കയ്യിലേക്ക് നേരെ പാസിലായി ചെന്ന് വീഴും. അതെയോ? ഡോക്ടറുടെ മുഖം ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ഇനി ഒന്ന് റൈറ്റ്. വാവ്. ലെഫ്റ്റ് ഓക്കെ, റൈറ്റ് ഓക്കെ, ഹെഡ് ലൈറ്റ്സ് ഓക്കെ, ബോഡി ഓക്കെ, ബാക്ക് ലൈറ്റ്സ് ഓക്കെ, ബമ്പർ വരെ ഓക്കെ. പക്ഷെ വണ്ടിക്ക് പിക്കപ്പ് മാത്രം കുറച്ച് കുറവാണ്. What do you mean? I mean to say, ma'am, आप बाहर से बहुत अच्छा, हम तेरे लिए इधर बच्चा, हम दोनों मिलते तो रक्षा. Go to hell. All is well. Can you fix me up? Can you wipe me down? So I can make you give it up till you say my name. Stop it. എന്താണോ അത്? ഹിപ്പോപ്പോ അതോ ലോലിപോപ്പോ? ഡ്രിൽ മാസ്റ്റർ പോലെ എന്തായി കാണിക്കുന്നേ? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പ്രോഗ്രാം കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ മ്യൂസിക് അവസാനിക്കുന്നത് വരെയും ഡാൻസ് നിർത്താതെ ചെയ്യണം. രംഗി, ആർ യു റെഡി? എന്താ നിർത്തി കളഞ്ഞ ഇറങ്ങി? എന്തുപറ്റി? നിർത്തിയതല്ല മാസ്റ്ററെ, ഡാൻസ് ചെയ്ത് ബോഡി പുകഞ്ഞു പോയി. ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. രംഗീല മാസ്റ്റർ. ആരാ രംഗീല മാസ്റ്റർ? ഞാൻ രംഗീല മാസ്റ്റർ അല്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ബ്ലാക്ക് മെയിലിലൂടെ അവൻ മാസ്റ്റർ ആയതും നിങ്ങൾ ഹെൽപ്ലെസ് ആയതും എല്ലാം എനിക്കറിയാം. മോളെ, വളരെ നന്ദിയുണ്ട് മോളെ, നീ എന്നെ തിരിച്ചറിഞ്ഞതിന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നാടും കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവ ഇന്റർനാഷണൽ ആണ്. എന്റെ പ്രതിച്ഛായവും മാറ്റിക്കളഞ്ഞു, എന്റെ പൊസിഷൻ മാറ്റിക്കളഞ്ഞു. ഇവൻ എന്നെ കെട്ടിയിട്ട് കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കാ. മോളെ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്നെ രക്ഷിക്കും മോളെ. മാസ്റ്ററിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല. അവനെ കൊണ്ട് മാസ്റ്ററുടെ കാല് ഞാൻ പിടിപ്പിക്കും. മാസ്റ്റർ, അമ്മ, എന്താടോ? ബാത്റൂമിലെ കാല് വഴുതി വീണതാ. ബാത്റൂമിലോ? ഞങ്ങൾ രണ്ടും സെയിം ടു സെയിം. അങ്ങനെ പറയല്ലേ മോളെ, നീ പ്രായമായ പെൺകുട്ടിയല്ലേ. വെറുതെ വഴുതിന്ന് മാത്രം പറയരുത്. കാല് സ്ലിപ്പായെന്നാ പറയേണ്ടത്. പ്ലീസ് വെയിറ്റ് സർ. തന്റെ പൊസിഷൻ എന്താ? ബോണിന്റെ മോളിൽ ബോൺ കയറിയതുകൊണ്ട് ഐ വാണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ല? അതിനെപ്പ ചെയ്തെന്നാ? പിന്നെ താനാണോടോ ചെയ്തത്? അല്ല മോനെ, ഇനി ഉടനെ എങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഡിസ്മിസ്ഡ്. നാളെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാമല്ലോ മാസ്റ്റർ. അസിസ്റ്റന്റിന്റെ കാല് പ്രോബ്ലം ആയാൽ ക്ലാസ് എന്തിനാ നിർത്തുന്നത്? അടപ്പ് തെറിച്ചട മോനെ. ഞാനോ? അതെ മാസ്റ്റർ,
സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് പോലെ, രജനി സിഗരറ്റ് വലിക്കുന്നത് പോലെ, മെഗാസ്റ്റാർ സ്റ്റൈലിൽ മാഷ് ഡാൻസ് കളിക്കുന്നത് കാണണമെന്നത് എന്റെ അനിയത്തിയുടെ ആഗ്രഹമാണ്. വേറെ ഉടുപ്പില്ല മോളെ. നോക്കൂട്ടി, ഞാൻ കോച്ചാണ്. ക്രിക്കറ്റിലാണെങ്കിലും ഹോക്കിയിലാണെങ്കിലും ബോക്സിംഗിലാണെങ്കിലും കോച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഐ ആം ജസ്റ്റ് എ ഗൈഡ്. എന്താ എല്ലാരും വായും പൊളിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ലോജിക് ഒന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഡാൻസിലെ മാജിക് കാണണമെന്ന് വാ തുറന്നങ്ങോട്ട് പറയേ. ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യണം, അത്രല്ലേ ഉള്ളൂ. ഞാനൊരു നല്ല പാർട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ എനിക്കൊരു പാർട്ണറെ തന്നാൽ ഡാൻസ് ചെയ്യാൻ ഞാൻ റെഡി. ഞാൻ ശരിക്കും ത്രില്ലടിച്ചു. ഹേയ് ഡോക്ടർ മാം, ഗേൾസ് അവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. വേഗം പോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ടച്ച്? രാത്രിയിൽ ഉറക്കം വന്നില്ലേ? നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഉറക്കമേ ഇല്ലാതാവും. പേടിപ്പിക്കണം. ആഹാ, ഇൻഫർമേഷൻ തന്നതാ. ചൈത്ര, ഡോട്ടർ ഓഫ് ബെല്ലാരി കാന്ത്. राज, बेटिंग राज, मास्टर ऑफ लव. हम प्यार के लिए कुछ भी करें. പ്രേമോ? അത് എന്നോടോ? തോറ്റുപോകും നീ. हाँ ഡോക്ടർ മാം, വിജയമല്ലാതെ തോൽവി ഇല്ല എന്റെ ജീനിൽ. എന്താ അങ്ങ് പോയത്? ഇനി 5 മിനിറ്റ് കൂടി എന്നോട് സംസാരിച്ചാൽ വീണു പോകുന്നുള്ള പേടിയാണോ? നോക്കൂ മിസ്റ്റർ, കളർഫുൾ ഡ്രസ്സിൽ വന്ന് 4 സ്റ്റെപ്പ് ചെയ്ത് ചില നമ്പറൊക്കെ കാണിച്ചെന്ന് വെച്ച് വീഴുന്ന ക്യാരക്ടർ അല്ല ഞാൻ. നീ നിന്റെ ജീനിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, അത്രയേറെ നീ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ 3 ടെസ്റ്റുകൾ ചെയ്യാം. എന്താണത്? പ്രേമ പരീക്ഷ? എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നോ പ്രോബ്ലം, ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവും ഞാൻ. നാളെ എനിക്ക് ഹോളിഡേയാ. ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഫാമിലിയോടൊപ്പം GVR മോളിൽ പോകും. അവിടെ വന്ന് എന്റെ ഫാമിലിയുടെയും സെക്യൂരിറ്റിയുടെയും മുന്നിൽ വെച്ച് പ്രേമലേഖനം തന്ന് നീ പ്രപ്പോസ് ചെയ്യും. അപ്പൊ ആലോചിക്കാം നിന്നെ കുറിച്ച്. എന്നെ വെറുതെ കുപ്പിയിലിറക്കാനുള്ള പ്ലാൻ ഒന്നും അല്ലല്ലോ. ഓൾ ഇസ് വെൽ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ? അത്ര ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ലെറ്റർ തന്നിട്ട് നിന്റെ ലവ് പുസ്തകത്തിൽ ആദ്യ പേജിൽ ഞാൻ എന്റെ പേരെഴുതും. കൽ മോൾ മെമലെങ്കെ. ബട്ട് വൺ കണ്ടീഷൻ, നീ എന്റെ ആളുകളെ തല്ലിയാലും അവർ നിന്നെ തല്ലിയാലും നീ തോറ്റതുപോലെ. കറക്റ്റായിട്ട് ആപ്പ് വെച്ചല്ലോ. ഓക്കെ, ടീക്കേ, കൽ മിലെങ്കെ. ഐ വിഷ് യു എ വെരി ബാഡ് ലക്ക്. ബൈ. എന്തുടലായിക്കോ. ബെല്ലാരി, ആരടാ നീ? അവിടെ വന്ന് പറയണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാ മതിയോ? ഡേയ്, അവനെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താ ഇത് ബെല്ലാരി? സെക്യൂരിറ്റികളുണ്ട്, റൗഡികളുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിറങ്ങാൻ അത്രയ്ക്ക് പേടിയാ? ഡേയ്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാടോ, ബെല്ലാരി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഒരു പേരും കിട്ടാത്തോണ്ടാണ് സ്ഥലപ്പേരിട്ടിരിക്കുന്നത്? മാറ്റടോ. നിന്റെ തല ഞാൻ തെറിപ്പിക്കും. മറിക്ക്. ആരാടാ നീ? രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് ജ്യാദ. തുറന്നു പറയാം, നിങ്ങളുടെ മോളെ എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നൊന്നും അറിയണ്ട. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്. बेबी, दूध में चावल मिले तो खीर कहते हैं, और तुम जैसे प्रेमी मिले तो तकदीर कहते हैं. I love you. Bye, uncle.
ഇത് ധൈര്യമുണ്ടെങ്കിൽ രാജാവാകം എന്ന TV റിയാലിറ്റി ഷോ ആണ് സാർ. ടിവിയിൽ വരുന്നുണ്ട് ഡാഡി. Yes, baby, that's it. സെലിബ്രിറ്റിക്ക് ഷോക്ക് എന്ന പേരിൽ ഇത് സൺഡേ ടിവിയിൽ I am extremely sorry, sir. വളരെ നന്നായിരുന്നു സർ. Sorry. സാർ ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത് സാർ വിജയിച്ചതുകൊണ്ട് സർഫ് എക്സൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചാ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ എവിടെ? കോൺസെപ്റ്റ് കൺസീവ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ EVV പൊറ്റി. ഈ സർഫ് എക്സലിൽ മുക്കി ഇവനെ വെളുപ്പിച്ചെടുക്ക. എന്ത് പറ്റി സർഫ് എക്സൽ കൊണ്ട് തുണി കഴിക്കൊണ്ടിരുന്നപ്പോ കാല് തന്നെ വീണതാ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാരെങ്കിൽ എന്റെ അനിയത്തിയുടെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ അങ്ങ് ജീവിച്ചോളെ. നിന്റെ അനിയത്തിയുടെ ഡ്രസ് ഞാൻ അലക്കാനാ? നിന്റെ അനിയത്തി ഉടുക്കുന്ന തുണിയാണെന്ന് വിചാരിച്ചിരിക്കാൻ മോനെ. ടെന്റ് അടിക്കുന്ന ക്ലോത്ത് അല്ലേ അത്? അത് അലക്കുന്നിടത്ത് കൊടുത്താ പോരെ? എവിടേക്കാ? പ്രാക്ടീസ് ഓ, കോഫി. താങ്ക് യു. വെൽക്കം. ഹായ് ചൈത്ര. ഇന്നലത്തെ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ചീപ്പായിരുന്നു. ചീപ്പോ? അല്ലാതെ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്കുമെന്ന് വിചാരിച്ചെടുത്ത് ചീപ്പ് TV പ്രോഗ്രാം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ചൈത്ര? നീ കണ്ടീഷൻ സപ്ലൈ ചെയ്തപ്പോ ഞാൻ കോമൺ സെൻസ് സപ്ലൈ ചെയ്തു. ഇത് സ്ട്രീറ്റ് സ്മാർട്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശരി, രണ്ടാമത്തെ ടെസ്റ്റായിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിനക്ക് ഫ്ലവർ തരും. എന്റെ വീട്ടിൽ വന്നോ? എന്താ നിനക്ക് ഇത്ര സംശയം? 4 ഫ്ലോറ്, 8 ഹോള്, 20 ബെഡ്റൂം, 200-ലധികം സെക്യൂരിറ്റീസ്, കത്തിയും കൊടുവാളും അല്ലാതെ തോക്കും ഉണ്ട്. നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് പൂ തന്ന് പ്രപ്പോസ് ചെയ്യൂ അല്ലേ? ഡെഫിനറ്റ്. കള്ളനെ പോലെ മതിൽ ചാടിയിട്ടല്ല, നായകനെ പോലെ മെയിൻ ഗേറ്റിലൂടെ വന്ന് എല്ലാവരെയും ആട്ടിച്ചൊതുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിച്ചോളൂ, ആരെ വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ നിന്നെ ആരും തൊടാൻ പാടില്ല. ഞാനും വെക്കുന്നു, എന്റെ ദേഹത്ത് ഒരുത്തുണ്ടെങ്കിൽ അടി വീണാൽ, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് താഴെ വീണാൽ ഈ ലവ് മാറ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. We will see. യു വിൽ സീ. ഫസ്റ്റ് റിയാലിറ്റി ഷോ കണ്ടല്ലോ, ഇനിയിപ്പോ റിയൽ ഷോ കണ്ടല്ലോ. Again, I wish you very bad luck. താങ്ക് യു.